she do that thing she usually do. Spell my name with her tongue like yeah. And your girlfriend playing dress up in my house. I give your girlfriend cunnilingus on my couch. കേട്ടോ ഇങ്ങനെ വീട്ടിൽ കാര്യം ഇന്ന് പോകുന്നത് നമ്മൾ എക്സൈ കാനിയോൺസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇസിക്കിക്കുൾ ലേക്കിൻ്റെ അതിൽ കൂടെയാണ് നമ്മളുടെ ഫുള്ള് ഇന്ന് അതിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലങ്ങളാണ് ഫുൾ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാനിയോണ് പോയിട്ട് ഇസിക്കിക്കുൾ കാനിയോൺസ് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ റിവർ സൈഡ് ഗസ്റ്റ് ഹൗസിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിന്ന് യാർഡ് ക്യാമ്പിലാണ് കേട്ടോ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മൾ ബിഷ്കേക്കിലെ എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കിർഗിസ്ഥാൻ്റെ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. ഇത് നമ്മുടെ ബാക്ക് സൈഡാണ് കേട്ടോ ഗസ്റ്റ് ഹൗസിൻ്റെ. കുറേ ഇങ്ങനെ കളിക്കാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ട്. അവരുടെ ബാക്ക് യാർഡാണിത്. അപ്പോൾ അങ്ങനെ ട്രീ ഹൗസ് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ്. ഇതിൽ നമ്മുടെ ലിവിങ് റൂം വന്നിട്ട് ഫുൾ പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ലിവിങ് റൂമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഇതുണ്ടോ നമ്മുടെ നെതർലാൻഡ്സുകാരൻ, ഇയാളുടെയാണ് ഈ റിവർ സൈഡ് ഗസ്റ്റ് ഹൗസ്. അപ്പോൾ തങ്കുവിന് അയാളായിട്ട് ഭയങ്കര പരിചയമായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഹഗ്ഗൊക്കെ ചെയ്ത് തങ്കുന. അപ്പോൾ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇസിക്കിക്കുൾ ലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇട്ടിട്ട് പോണത് നമ്മുടെ കാനിയോൺസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
animals. One is called Chasha Manasa. Okay. Manas is our national hero. And Chasha means the cup of the Manas, because it looks like a cup, let's say. And above of above the road is, so you can go there, and from there you see on if you this place, and he used to come here before and after his flights. Okay. Or before his flight. So he used to come here frequently, and that's why in the honor of the first astronaut, they put his statue over there, so his face, so you can go there and take a photo. അപ്പോൾ നമ്മുടെ ഗൈഡ് അൽബാൻ നമുക്ക് എല്ലാവരും ഇവിടുത്തെ പറയാൻ കേട്ടോ. അതേ കണ്ടോ അവിടെ ഒരു വാട്ടർഫോൾ കണ്ടോ, വാട്ടർഫോള്. പക്ഷേ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ സ്നോ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊഴുകുന്ന പോലെ ഉണ്ട്, സൗണ്ടും കേൾക്കാം. പക്ഷേ മേലിൽ ഫുള്ളിങ്ങനെ സ്നോ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. വാട്ടർ ഫ്ലോ ചെയ്യണ നമുക്ക് കാണാനില്ല, ഫുള്ളിങ്ങനെ ഫ്രീസായിട്ടുള്ള ഒരു വാട്ടർഫോളാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ അനന്തചേട്ടനും തങ്കും വന്നില്ല കേട്ടോ, ഞങ്ങളെല്ലാവരും പോയി. അതേ കണ്ടോ ഒരു ഫ്രീസായിട്ട് എടുക്കുന്ന സ്നോ വാട്ടർഫോളാണത്. പക്ഷെ ഇപ്പം അത് വാട്ടർ മറ്റേ ഐസൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതേ കണ്ടോ ഒരു നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ. നമുക്ക് ഈ മലയുടെ മുകളിൽ കൂടെ അതേ കണ്ടോ അതിൻ്റെ മേലേക്ക് കൂടെ കയറി നമ്മളിങ്ങനെ മേലേക്ക് പോകുമ്പോഴാണ് ഈ വാട്ടർഫോൾ കാണാൻ പറ്റുക. അപ്പോൾ രാവിലെ തന്നെ ഇരുന്നു നമ്മളത് ഫസ്റ്റത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിരുന്നിട്ടത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾക്ക്. അപ്പോൾ ഈ സ്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവിടുത്തത് കരയാണെന്ന്, അതിൻ്റെ കണ്ണിൽ നിന്നുള്ള വെള്ളമാണ് ഇതിങ്ങനെ ഒഴുകണത് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ നമ്മളുണ്ടാവും പേടിയാവും നമുക്കത് നടക്കാനായിട്ട്. നമ്മളിങ്ങനെ നടന്നങ്ങാണ്ട് ഇതിൻ്റെ മേലയിൽ കൂടെ പോകണം. സ്ഥലമൊക്കെ ഇങ്ങനെ കട്ടയും കല്ലും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കണ്ടോ കൊക്ക പോലത്തെ സ്ഥലമാണ്. നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് പോകണം. ഹസ്ബൻഡ് പറയുന്നു എൻ്റെ ബൂട്ട് കണ്ടിട്ട് അതെന്നെ സമ്മതിക്കണം എൻ്റെ മോളിൽ കൂടെ നടക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രശ്മി പറഞ്ഞു മോളെ ഇത് ഊരി വെച്ചിട്ട് അല്ലെങ്കിൽ മോള് അലിക്ക് കിടക്കും പൊക്കലിക്ക്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടാൽ ഒരു റോഡ് അങ്ങനത്തെ നല്ലല്ലോ, ഫുള്ള് കല്ലും മണ്ണും ഒക്കെ ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ അത് അതിൽ ഉള്ളിൽ കൂടെ നമ്മളങ്ങനെ പോണേ. അപ്പോൾ രശ്മി പറഞ്ഞതിനോട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഊരി വെച്ച് വെക്കേണ്ടതായിട്ട് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ബൂട്ട് ഒരു സ്ഥലത്ത് വെച്ചു, തിരിച്ച് നമ്മൾ അതിൽ കൂടെ വരുമല്ലോ. അതുകൊണ്ട് അതിൽ ഇങ്ങനെ മേലേക്ക് പോകണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. നമ്മളിങ്ങനത്തെ സ്ഥലത്ത് കൂടി ഒന്നും പോയിട്ടില്ലല്ലോ. അത് കാരണം കൊണ്ട് നല്ലൊരു രാവിലെ തന്നെ നല്ലൊരു വാക്കിംഗ് ആയിരുന്നു. നടന്നുകൊണ്ട് അതിന് ഉള്ളിൽ കൂടെ ഇങ്ങനെ ഫുള്ള് മലകളും ഒക്കെ ആയിട്ട്. അപ്പോൾ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. വെച്ചാൽ ഞാൻ സോക്സ് ഇട്ടിട്ടാണ് നടന്നത്. ആ സോക്സിനെ അപ്പം തന്നെ ഊരി കളയുകയും ചെയ്തു. ഞാൻ വണ്ടിയിലെത്തി കഴിഞ്ഞപ്പോൾ ചാകെ മണ്ണായല്ലോ. ഇതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞ ആൾ കേട്ടോ. ആളുടെ ഹെഡ് ഇങ്ങനെ അവിടെ ഒരു സ്റ്റാച്ചു പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടു നമ്മുടെ വണ്ടി എടുക്കുന്ന അവിടെ അങ്ങനെ. അപ്പോൾ നമ്മളൊരു ഫാമിലിനെ പരിചയപ്പെട്ടായിരുന്നു. ഫാമിലി എല്ലാവരും ട്രാവലേഴ്സാണ്. അപ്പോൾ ഒരു 2 കപ്പിൾസ് പോലെയാണ് അവർ. അപ്പോൾ അവർ ഒരാൾ ഇറ്റലിയിലുള്ളതാണ് ഉണ്ടായിരുന്നു ലേഡി, മറ്റാൾ ബാംഗ്ലൂരാണ് കേട്ടോ. ഇതാണ് സിക്കിക്കുൾ ലേക്ക്. അപ്പോൾ അവർ നമ്മൾ പരിചയപ്പെട്ടു ഇവിടെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലമുണ്ടല്ലോ കാനിയോൺസ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരെ കണ്ടു ആക്സിഡൻ്റലി. അപ്പോൾ നമ്മൾ നല്ല വർത്താനമൊക്കെ അവരോട് കണ്ടോ. ഇതിപ്പോൾ കുറച്ച് പേരുള്ളൂ. ഇപ്പോൾ നമ്മളും അവരും വേറെ 2-3 പേരുണ്ടായിരുന്നുള്ളൂ ഈ സ്ഥലത്ത്. ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇപ്പം നമ്മൾ രാവിലെ ചെയ്തതും നല്ല ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ മേലേക്ക് കയറി പോകണം കാനിയോൺസിൻ്റെ. അപ്പോൾ നല്ല ചെറുതായിട്ടുണ്ട്, മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ രശ്മിയൊക്കെ മേലേക്ക്, എൻ്റെ ഹസ്ബൻഡൊക്കെ അതിൻ്റെ അപ്പുറത്തെ കാനിയോൺസിലൊക്കെ പോയിരുന്നു കേട്ടോ. അയ്യോ നല്ല രസമായിരുന്നു. ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കയറി പോകണം.
എന്നിട്ട് നമ്മൾ അപ്പോൾ ഞാൻ ഭാഗ്യത്തിന് ഷൂ ഒക്കെ മാറ്റിയിട്ടോ, ബൂട്ടൊക്കെ മാറ്റി ഷൂ ആക്കി. അത് കാരണം പിന്നെ കുഴപ്പമുണ്ടായില്ല കയറാനായിട്ട്. കണ്ടോ ഇങ്ങനത്തെ സ്ഥലത്ത് കൂടി നമ്മൾ കയറിങ്ങാണ്ട് മേലേക്ക് പോകണം. അപ്പോൾ അടിയിലേക്ക് നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഫുള്ളൊരു ഇത് മലയുടെ മേലയിലാണ് നമ്മൾ നിൽക്കുന്നത്. പറഞ്ഞോ പേടിയാവും നമുക്ക്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടതിരുന്നു അതിൻ്റെ അപ്പുറത്ത് കൂടെ അങ്ങോട്ടൊക്കെ പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നു. ഈ മഴ അങ്ങനെ ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല സ്ഥലമായിരുന്നു. ലാസ്റ്റ് പകുതി നമ്മളെല്ലാവരും കഴിഞ്ഞ് അടിയിലേക്ക് എത്തിയപ്പോഴാണ് മഴ പെയ്തത്. ഇവിടെ എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്നാണ് മഴ പെയ്യുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണ് ജാക്കറ്റൊക്കെ ഇട്ടാണ് ഞങ്ങൾ മേലേക്ക് പോയത്. മേലയിൽ കുറേ അപ്പുറത്തെ മലയിൽ ഫുൾ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവർ വന്ന് ഇപ്പുറത്തേക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തേക്ക് പോയി. അയ്യോ നല്ല രസമായിരുന്നു. പിന്നെ ഒന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലോ താഴ്ച പോലത്തെ. അപ്പോൾ രശ്മിക്ക് കുറച്ചൊരു കയറാൻ ആൾക്ക് കുഴപ്പമില്ല, പക്ഷെ ഇറങ്ങുമ്പോൾ ആൾക്ക് അപ്പോൾ എൻ്റെ കൈമ പിടിച്ചിട്ടുണ്ട് രശ്മി ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകട്ടോ. തിരിച്ചല്ല, നമ്മൾ മതിലേ ആട്ടിക്ക് ഇന്ന് സ്റ്റേ ഉള്ളത് നമുക്ക്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകണം. അവിടുത്തെ വില്ലേജിലത്തെ ആൾക്കാരാണ്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ഷോ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മാത്രമായിട്ടുണ്ട് അവർ ഷോ വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹണ്ടിങ് ഷോ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ബേർഡ് ഷോയ്ക്കൊക്കെ പോകാറില്ലേ UAE. അപ്പോൾ അതേപോലത്തെ സാധനങ്ങൾ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു കാറിന് വന്നു. ഒരു പട്ടിയുണ്ട്, ഇവരുടെ കൂടെ കുറേ ഇതുണ്ട്. എന്നിട്ട് ഇവർ വന്നിട്ട് നമ്മളെ ഈ ഷോ കാട്ടു. ഇവർ രണ്ടുപേരും നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സ്ഥലത്ത്. ഒരു വലിയ ഗ്രൗണ്ട് പോലെ സ്ഥലമാണ്. ഗ്രൗണ്ടല്ല, നമ്മൾ പോണ വഴിക്കുള്ളൊരു പ്ലേസാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അയാൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. But there is a special training and special period of time. ഇപ്പോൾ നമ്മോട് സംസാരിച്ച ആളല്ല കേട്ടോ, ഇത് മറ്റൊരു ചെറിയൊരു പയ്യനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളിങ്ങനെ ഈ ഗിളിനെയും കൊണ്ട് ഓടിയിട്ട് ദൂരെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇയാൾ അതിൻ്റെ ഒരു എന്താണ് പറയുക, തീറ്റ വെച്ചെടുക്കുന്നതില്ലേ, നമ്മൾ ഒരു അരേന വെച്ചെടുക്കും. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലേക്ക് അയാൾ ഓടിപ്പോയിട്ട് ഇപ്പോൾ ഇതിന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പറന്ന് അവിടെ നിന്ന് വരും. അത്രയും ദൂരം അത്രയും ദൂരം ഇയാൾ ഓടിപ്പോയി കണ്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടോ ഈഗിള് ഇയാളുടെ അവർക്ക് തന്നെ ട്രെയിൻ ചെയ്ത് ഈഗിളാണ് കേട്ടോ. അതേ കണ്ടോ പറന്നും കണ്ട് ഇയാളുടെ കയ്യുമ്മനെ കയ്യുമല്ല വന്നും കണ്ട് ഇതിൻ്റെ പറന്ന് തന്നെ ഉണ്ടോ കാണാൻ പറ്റുന്ന പറഞ്ഞൂടാ. ഇതേ കണ്ട പറന്ന് വന്ന് കയ്യുമ്മ വന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ട എന്തൊരു സാധനം അതിൻ്റെ ചിറക് എന്നൊരു സംഭവം വെച്ചിട്ടുണ്ട്. റാബിറ്റൊന്നുമല്ല എന്നങ്ങാണ്ട് ഒരു സാധനമാണത്. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരും. അങ്ങനെയൊക്കെ ഓരോ ഹണ്ടിങ്ങിൻ്റെ സംഭവങ്ങളായിരുന്നു. കണ്ടോ ഈഗിളിൻ്റെ എൻ്റെ കൈവൊക്കെ ഒരു 6 കിലോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ നോക്കി കരയണ അപ്പോൾ എനിക്കിതും ഈ കണ്ണു കുത്താവോന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് കൈ സ്ട്രൈറ്റ് പിടിച്ചിട്ട്
ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ മതി. അപ്പോൾ വിരിയുന്ന ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ ചെയ്തെല്ലാവരും രശ്മി പിടിച്ചിട്ടാകുന്നുണ്ട് ഗീഗിളിനെ. ഞാനും രഞ്ജേട്ടനും ആനന്ദേട്ടനൊക്കെ പിടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ യാത്രയിലേക്ക് പോകേണ്ടോ. ടെൻ്റല്ല, നമ്മളൊരു അതിൻ്റെ ഉൾഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്, വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയ വന്നിട്ട് ഇതിന് ചുറ്റും കുറേ ആർട്ടുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ അറ്റത്ത് രണ്ടെണ്ണമാണ് നമ്മളുടെ. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ചെയ്തിട്ടോ. പക്ഷേ നമ്മൾക്ക് ലാസ്റ്റ് ദിവസം ഇവിടെ വന്ന കാരണം കൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഫസ്റ്റ് ഡേ അങ്ങനെ വന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ കിർഗിസ്ഥാൻ ട്രിപ്പേ ഓളയാനെ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വെച്ചാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസാണ്. പക്ഷേ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വെച്ചാൽ ഇത് കണ്ട ഒരു ലേക്കിൻ്റെ സൈഡിലാണ് ഈ ക്യാമ്പ് പോലെ ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര കോൾഡ് വെതറാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവരുടെ ട്രഡീഷണൽ വേയിലുള്ള ഹീറ്ററാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കിടന്നപ്പോൾ ഹീറ്ററൊക്കെ അവർ വെച്ച് ട്രഡീഷണൽ സംഭവമൊക്കെ വെച്ച് കണ്ട് ഒരു കത്തിച്ചിട്ട് അവർ പോയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. പക്ഷെ ആനന്ദ് ചേട്ടൻ്റെ അവിടെ ഭയങ്കര ചൂടായിട്ട് ആ ചേട്ടൻ ഉറങ്ങാൻ വേണ്ടി ഞങ്ങളുടെ അവിടേക്ക് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോഴാണ് നമ്മൾ ഉറങ്ങിയിട്ട് ഞങ്ങളെല്ലാം ഉറക്കമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ റെസ്റ്റ്. അപ്പോൾ അവർക്ക് ആനന്ദേട്ടന് ചൂട് കൂടുതലായിട്ട് ഉറങ്ങാൻ പറ്റാണ്ട് വന്നേക്കായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ റെസ്റ്റോറൻറ്റ് ഏരിയ കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ തന്നെ ഈ ലേഡിയാണ് ഇവിടുത്തെ ഇതിൻ്റെ ഫുഡൊക്കെ വയ്ക്കുന്നത്. നമുക്ക് ഇവിടെയാണ് ഇവിടുത്തെ ഓണർ കേട്ടോ. അപ്പോൾ നമ്മൾ കൂടാണ്ട് വേറൊരു പാർട്ടിയും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇരുന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കണം. ചെയറൊന്നുമല്ല, ടേബിളും വെച്ചിട്ട്. ഇപ്പോൾ അവരുടെ ഒരു ട്രഡീഷണൽ ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഏരിയയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഒരു മറ്റേ കടലിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെയുള്ളത്. ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. അതിന് നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ ഫുള്ള് തണുപ്പും വെള്ളവും ചുറ്റും, അങ്ങനെ നല്ലൊരു അടിപൊളിയായിരുന്നു നമുക്ക്. പക്ഷേ രാത്രിയിലത്തെ സ്റ്റേ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഫുള്ള് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡും ഒക്കെ അടിപൊളിയായിരുന്നു, കുഴപ്പമുണ്ടായില്ല. ഇതായിരുന്നു കേട്ടോ അവരുടെ ഫുഡ്. ഒരു ട്രഡീഷണൽ വേയിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് ഞങ്ങൾ നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന്. ചില അവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചാൽ വേറെ നമുക്ക് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാമല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ. പക്ഷെ ഇവർക്ക് അതല്ല, എല്ലാവരും നമ്മൾ കൂടെ കഴിക്കാവുന്ന കുട്ടികളായിരുന്നു 4 പേരും. അങ്ങനെ അവർക്ക് എന്നത് വേണം അങ്ങനെയൊന്നും കുഴപ്പമില്ല, നമ്മൾ കഴിക്കണതൊക്കെ അവരും കഴിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ ഈ ആർട്ട് സെറ്റപ്പായ കാരണം കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു അവരൊരു നൂഡിൽസൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ക്യാമ്പ് കേട്ടോ, ഈ ആർട്ട് ക്യാമ്പ്. ഇതിനുള്ളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും, മക്കൾക്ക് 2 ബെഡ്, ഞങ്ങൾക്ക് 2 ബെഡ് അങ്ങനെ ആയിരുന്നു.
അപ്പോൾ 4 ബെഡായിരുന്നു. കണ്ടത് നടുക്കത്തെ സാധനമാണ് അവരുടെ ഹീറ്റർ പോലത്തെ. അപ്പോൾ അതിനുള്ളിൽ ഇതൊക്കെ ഇട്ടിട്ടാണ് അവർ ഇതിനെ ഹീറ്റ് ചെയ്യണത്. എന്താ നമ്മൾ ചൂടാക്കൂലേ, അതേപോലത്തെ സംഭവമാണ്. അപ്പോൾ നല്ല നൈസ് സ്റ്റേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ഉറങ്ങി എണീറ്റു. കണ്ടോ, രാവിലെ തന്നെ വേഗം തിക്കും തിരക്കുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്പീഡിൽ കഴിക്കുകയായിരുന്നു ഞങ്ങൾ. ചില ഓൾറെഡി കുറച്ച് ലേറ്റ് ചെയ്യായിരുന്നു. 6 o'clock പോകണമെന്ന് പറഞ്ഞിട്ട് 6:30 എങ്ങാണ്ടായപ്പോൾ ഞങ്ങൾ കറക്റ്റ് സമയത്ത് എപ്പോഴും ആവാറുണ്ട് കേട്ടോ. അന്ന് തണുത്തിട്ട് എങ്ങനെ ഫുൾ പാക്കും ചെയ്യണ്ടേ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഗം കൂടെ ഒന്ന് പോയി കേട്ടോ. ഇനി നമ്മൾക്ക് കുറേ ട്രാവൽ ചെയ്യാനുണ്ട്. ചില ബിഷ്കേക്കിലേക്ക് എത്തണം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ നിന്നൊരു 6 മണിക്കൂർ അങ്ങനെ ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മളുടെ എയർപോർട്ടിലേക്ക്. പക്ഷേ പോണ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു റോഡ് ആയിരുന്നു. മീൻസ് സ്നോഫോളൊക്കെ കാണാൻ പറ്റി ഞങ്ങൾക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സ്നോഫോൾ കാണുന്നത് കേട്ടോ. പക്ഷേ നമ്മൾക്ക് അങ്ങനത്തെ ഒരു മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല സ്നോഫോൾ കാണാൻ പറ്റും നമുക്കിന്ന്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാധനം അങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്താ കണ്ട് ഈച്ചയാണോ എന്ന് പറഞ്ഞിട്ട്. ഈച്ചകളാണോ അടിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരിക്കണത്. അപ്പോൾ ഇവർക്ക് അങ്ങനെ അത്ര ഞാനല്ലോ ഫസ്റ്റ് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നോക്കി സാധനം അങ്ങനെ വന്നുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. അപ്പം മറ്റേ ഇതിനോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് സ്നോഫോളാണെന്ന്. ഞാൻ അയ്യോ ഞങ്ങൾ കണ്ടിട്ടില്ല സ്നോഫോൾ. അപ്പോൾ രശ്മിയും അനന്തേട്ടനും ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഇവിടെ നിർത്തണം കേട്ടോ, നല്ല സ്ഥലം വരുമോ എന്ന് പറഞ്ഞു. അങ്ങനെ അൽബാൻ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ നിർത്തി. ഇവിടെ ഒന്നും വെച്ചൊരു കുഴപ്പമുണ്ടായില്ല ഏട്ടാ. ഇത് നമ്മുടെ ലേക്കിൻ്റെ അപ്പുറത്തെ ഭാഗങ്ങളാണ് കേട്ടോ. നമ്മൾ പോണ ഭാഗം തിരിച്ച് പോവുകയാണ് നമ്മൾ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട്. നൈസ് ക്യാമ്പായിരുന്നു. പക്ഷേ രാത്രി കിടന്നപ്പോൾ മാത്രം ഒരു പറഞ്ഞില്ലേ ചൂട് നമുക്കങ്ങനെ ഇപ്പം നമ്മളുടെ AC നമുക്ക് കൺട്രോൾ ചെയ്യാമല്ലോ, ഹീറ്ററാണെങ്കിൽ കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇത് ട്രഡീഷണൽ വേയിലുള്ള കാരണം കൊണ്ട് ഞങ്ങൾ അത് മാത്രമേ ഒരു കുഴപ്പമുണ്ടായുള്ളൂ. പക്ഷെ ലാസ്റ്റ് ഡേ കാരണം കൊണ്ട് കുഴപ്പമുണ്ടായില്ല. കണ്ടോ ഈ ലേക്കിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ ഒരു ബ്ലൂ കളറിൽ വന്നിട്ട് അടിപൊളിയാണ്. ഇപ്പം നമ്മുടെ ഫോണിൽ കൂടെ എത്ര നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്ന് തന്നൂടാ. നല്ല അടിപൊളിയായിരുന്നു ആ സൈഡ് വ്യൂ ഒക്കെ കാണാനായിട്ട്. അപ്പം ഞാനങ്ങനെ വീഡിയോ എടുത്താണ്. അതേ കണ്ടോ നീലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതേ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു പൊടി പോലത്തെ സാധനങ്ങളാണ് വീണുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചിടം കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത് സ്നോ ആയിരുന്നു എന്ന്. പിന്നെ കുറച്ചിടം കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ ഭയങ്കര സ്നോ ആയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എവിടെയെങ്കിലും നിർത്തൂ, ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ഭംഗിയായിട്ട് സ്ഥലത്തിപ്പോൾ ഞങ്ങൾക്ക് നിർത്തി വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കിർഗിസ്ഥാൻ ട്രിപ്പ്. സ്നോഫോളും കണ്ടു. സ്നോ നമ്മൾ പിന്നെ ജോർജിയയിൽ പോയപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ലൊരു ഹൈക്കിങ്ങും ഒക്കെ പാടിയായിട്ട് നല്ല ഒരു ട്രിപ്പായിരുന്നു. ലാസ്റ്റ് നമുക്ക് സ്നോഫോളും കിട്ടിയപ്പോൾ ഹാപ്പിയായി.
കമ്പിപ്പൊടി പോലെ സാധനങ്ങൾ തന്നെ വീണെന്ന് പറഞ്ഞില്ലേ, അത് സ്നോഫോളായിരുന്നു കണ്ടോ. നല്ല ഫുൾ ഭാഗവും ഇങ്ങനെ മഴ പെയ്യണ പോലെ സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ബിഷ്കേക്കിലേക്കായിട്ട് പോകണത്. ബിഷ്കേക്ക് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ അബുദാബിക്കാണ് പോണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് റീൽസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. പക്ഷേ രാവിലെ തന്നെ എനിക്ക് വന്നേക്കണ കാരണം കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസിലൊക്കെ ഒരു പോസ്റ്റ് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് നമ്മൾ എയർപോർട്ടിലേക്ക് പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എനിച്ചിട്ട് അങ്ങനെ ആ ആട്ടിൽ കണ്ണട ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ഇപ്പോൾ ഹോട്ടലിലോ സ്റ്റേ ചെയ്യണമെങ്കിൽ ഫുൾ മിറേഴ്സ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് റെഡി ആവാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ചില മേക്കപ്പ് ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ട്. അപ്പം ഞാൻ പറയുമായിരുന്നു ഫേസ് അധികം ഫോക്കസ് ചെയ്യല്ലായിരുന്നു. അപ്പോൾ മക്കൾക്കും അതായത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ സ്നോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നേരം കളിച്ചു കേട്ടോ. പിന്നെ അധികം നേരം കളിച്ച് നിൽക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് എയർപോർട്ടിലെത്തണം. 6 hours ഉണ്ട് ട്രാവല്. എയർപോർട്ടിലത്തെ വീഡിയോസ് നിർത്തില്ല കേട്ടോ. വേഗം ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ കിർഗിസ്ഥാൻ്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾക്ക് നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്നിട്ടല്ലോ നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യുക. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ മാത്രമാണ് നമ്മൾ ഹോട്ടലിൽ നിന്നത്. പിന്നെ നമുക്ക് ആ റിവർ സൈഡ് ഗസ്റ്റ് ഹൗസിലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യാട്ട് ക്യാമ്പിലുമായിരുന്നു. കിർഗിസ്ഥാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്യാമ്പിങ്ങിലുമായിരുന്നു. നമ്മളിതേ അബുദാബി എയർപോർട്ടിലെത്തിയിട്ടോ. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ അടിച്ച് പൊളിച്ച് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണത് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലാസ്റ്റത്തെ സ്നോയും കൂടി കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി നമ്മളെല്ലാവരും. നമ്മളും അതാ കിഡ്സും അതെല്ലാവർക്കും ഹാപ്പി ആയി. അങ്ങനെ സ്നോഫോളും കണ്ടു, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് ഈ കിർഗിസ്ഥാൻ്റെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കിർഗിസ്ഥാൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോകും കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ആനന്ദേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടാകുന്നത് അബുദാബിയിൽ. അപ്പോൾ അത് ആനന്ദേട്ടൻ്റെ രശ്മിയുടെയും വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലാണ് ഒരുമിച്ച് വന്നാൽ ഒരു വണ്ടിയിൽ വന്നാൽ മതിയല്ലോ. അപ്പോൾ നമ്മളുടെ വണ്ടി ആനന്ദേട്ടൻ്റെ വീട്ടിലിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ആനന്ദേട്ടൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചി നമുക്ക് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോണത് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെയാണല്ലോ. അത് കാരണം കൊണ്ട് വണ്ടി എടുത്തിട്ട് നമ്മൾക്കിനി വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. അതേപോലെ നിങ്ങളും എൻ്റെ വ്ളോഗ് കണ്ടിട്ട് കിർഗിസ്ഥാൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിർഗിസ്ഥാനിൽ പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കിർഗിസ്ഥാനിലേക്ക് പോയാൽ മതി കേട്ടോ. മടിയുള്ള ആൾക്കാർക്ക് കിർഗിസ്ഥാൻ പറ്റിയൊരു ഓപ്ഷനല്ല. മീൻസ് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ മലയുടെ മോളും കാനിയോൺസും മറ്റേ ലേക്കും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. പിന്നെ മേലേക്കൊക്കെ പഠിച്ച് കയറാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ മാത്രം കിർഗിസ്ഥാനിലേക്ക് പോയാൽ മതി കേട്ടോ. എന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സാധാ പോണ സ്ഥലത്തേക്ക് പോകണതായിരിക്കും. ഞങ്ങൾക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളാണെന്ന്. പക്ഷേ നല്ല രസമായിരുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫുള്ള് നമുക്ക് ഫിറ്റ്നസ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലത് ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ ഫുള്ള് നടപ്പാണ്. നമ്മൾ ഇരുന്നിട്ടില്ല. ഫുള്ള് ഹൈക്കിങ്ങും അവിടെ കയറണോ ഇവിടെ ഇറങ്ങണോ അവിടെ കയറണോ ഇവിടെ കയറണോ ഇത് തന്നെയായിരുന്നു 4 ദിവസവും. നമുക്ക് 4 5 ദിവസവും. പിന്നെ ഈഗിൾ ഹണ്ടിങ്ങും അതേ നല്ല സൂപ്പറായിരുന്നു. ഈഗിൾ ഹണ്ടിങ് ഷോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മുടെ ഒരു പുതിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ യാട്ട് ക്യാമ്പായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ ഒരു ബീച്ച് സൈഡിലോ അവിടുത്തെ ഫോട്ടോസ് ഇട്ടത് വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കിർഗിസ്ഥാൻ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കിർഗിസ്ഥാൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.